പയ്യന്നൂരിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം കാണിച്ച് ജില്ലാ സെക്രട്ടറിയോട് പറയുന്നു, രാകേഷോട് പറയുന്നു, ഇത് ഞാൻ പ്രകാശനം ചെയ്യുന്നു എന്നുള്ള കാര്യം. ആ പുസ്തകം കുറച്ച് സമയം വായിച്ച് ജില്ലാ സെക്രട്ടറി തിരിച്ചു പറയുന്നു, ഇതൊരു ബോംബാണല്ലോ, ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇത് നിർവീര്യമാക്കിക്കൂടെ എന്നുള്ളത്. അതായത് ഈ പുസ്തകം നിങ്ങൾ പുറത്തിറക്കിയാൽ അതൊരു ബോംബായി പൊട്ടുകയും ചിന്നിച്ചിതറുകയും ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി ജില്ലാ സെക്രട്ടറിക്ക് അറിയായിരുന്നു. ആ പുസ്തകമാണ് ഇറങ്ങാൻ പോകുന്നത്. സത്യത്തിൽ 34 വർഷം ഭരിച്ച ബംഗാളും 25 വർഷം ഭരിച്ച ത്രിപുരയും CPMന് നഷ്ടപ്പെട്ടത് ഇങ്ങനെ തന്നെയല്ലേ? അതല്ലേ ഇപ്പോൾ പയ്യന്നൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ബംഗാളിനെ ഓർമ്മിപ്പിക്കാൻ ശ്രീനിവാസ് ടീച്ചർ വലിയ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഓർക്കുന്ന നന്നായിരിക്കും. നന്ദിഗ്രാമിലൊക്കെ ഇതുണ്ടായി കഴിഞ്ഞപ്പം കലാപകാരികളെ അല്ലെങ്കിൽ ടാറ്റയ്ക്കെതിരായി സമരം ചെയ്തവരെ അടിച്ചമർത്തുകയും അവിടെ ശവശരീരം ഉപ്പിട്ട് മൂടുക ചെയ്ത്. ഉപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ മരിച്ച് ദ്രവിച്ചു പോവുകയുള്ളൂ. ആ രീതിയിൽ ബഹുജന പ്രക്ഷോഭങ്ങളെ കൈകാര്യം ചെയ്തൊരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM. പക്ഷേ അതിൻ്റെ ഫലമോ എല്ലാ ജനങ്ങൾ, സാധാരണക്കാരായ എല്ലാ മനുഷ്യരും ഈ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞു. ബംഗാളിലും പറഞ്ഞു, ത്രിപുരയിലും പറഞ്ഞു. ഒരു സീറ്റ് പോലും ഇന്ന് കയ്യിലില്ല. അവിടെ ഇവരെ തോപ്പിച്ചാരാ? യാതൊരു ആർഭാടവും പാരമ്പര്യവും ഇല്ലാതെ മമതാ ബാനർജി കേവലം ഒരു സ്ത്രീയുടെ മുമ്പിലാണ് ഇവർ മുട്ടുമടക്കിയത്. പക്ഷേ ഇവർ അവിടെ മമതാ ബാനർജിയെ പോലുള്ള അല്ലെ കോൺഗ്രസ്സിലൊക്കെ പുതിയ പുതിയ സ്ത്രീകൾ നേതാക്കന്മാരെ കടന്നു വരുമ്പം ഇവിടെ വരുന്ന PP ദിവ്യയും ആര്യ രാജേന്ദ്രനും ചിന്താ ജെറോമുമാണ് വരുന്നത്. അതിൽ പോലും വ്യത്യാസമുണ്ട്. പക്ഷേ പയ്യന്നൂരെ സംഭവം എന്ന് പറഞ്ഞാൽ CPM പ്രതീക്ഷിക്കാത്ത എല്ലാം ഒരു സെറ്റപ്പായി പോവുകയാണ്. ഭംഗിയായിട്ട് പോകുന്നു. എല്ലാവർക്കും കുറേശ്ശെ പിരിവൊക്കെ എടുക്കാം, കുറേശ്ശെ പാർട്ടിക്ക് കൊടുക്കാം, കുറേശ്ശെ സ്വന്തം കാര്യത്തിനെടുക്കാം, കുറേ പേരെ സഹായിക്കാം, വസ്തു കയ്യേറാം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താം, ചെങ്കൽ ക്വാറികൾ നടത്താം, കരിങ്കൽ ക്വാറി നടത്താം. ഇങ്ങനെ കലാപരപരം. പിന്നെ അവസാനം റിയാസിൻ്റെ റിസോർട്ടുകൾ വരുന്നുണ്ട്, ടൂറിസ്റ്റ് റിസോർട്ടുകൾ, കാരവൻ വാനും വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരികയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക, ഞങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങൾ ഇനി തൊട്ട് ഈ കട്ടൻ ചായ പരിപ്പോടെ രാഷ്ട്രീയം വേണ്ട, മുദ്രാവാക്യംവിളി രാഷ്ട്രീയം വേണ്ട, നിങ്ങൾ ത്യാഗമൊന്നും സഹിക്കാൻ പോകണ്ട, നിങ്ങൾ സ്വസ്ഥമായി ഏതെങ്കിലും AC റൂമിലിരുന്ന് പാർട്ടിയെ ഭരിച്ചാൽ മതി എന്നുള്ള മെസ്സേജ് കിട്ടുകയും അത് സ്വീകരിക്കുകയും ചെയ്ത ധാരാളം അണികൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. അവരാണിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി. ഇപ്പോൾ അവർ കാണുക, ജയിലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടിയസൂനി അവരുടെ മുമ്പിൽ കൂടെ ബാറിലേക്ക് കയറിപ്പോകുന്ന കാണുക, അല്ലെ പരസ്യമായിട്ട് മദ്യപിക്കുന്ന കാണുക. പിന്നെ അവർ ജയിലിനെ പേടിക്കുമോ? ഞങ്ങൾക്ക് ഇതന്നെ ഈ സുഖകരമായ ജീവിതം. ഇസ്ലാം പറയുന്നല്ലോ, സ്വർഗത്തിൽ ചെന്നാൽ ഹൂറുകളെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതും കിട്ടുമെന്ന് ചിലപ്പോൾ ഇസ്ലാമിനെ തോപ്പിച്ചുകൊണ്ട് CPM പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. ജയിലിൽ എല്ലാ സൗകര്യവും ഒപ്പിച്ചു കൊടുക്കും, ഹോം അവേ ഫ്രം ഹോം ആക്കി ജയിലിനെ മാറ്റുമെന്ന് പറയുമ്പോൾ ആ അർത്ഥം കൂടെയുണ്ട്. അപ്പോൾ ഇത് കണക്കാക്കി ആ സമയത്താണ് ആരും പ്രതീക്ഷിക്കാതെ കാര്യമായ ആരോപണങ്ങളൊന്നും പറയാനില്ലാത്ത കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ സഖാവെന്ന് അദ്ദേഹത്തെ ഞാൻ സഖാവെന്ന് വിളിക്കുന്നു. പിണറായി വിജയനെ പോലും സഖാവെന്ന് വിളിക്കാൻ പറ്റില്ല. ആ സഖാവ് നമ്മളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് വിശ്വസിക്കാൻ നമുക്ക് തോന്നുകയാണ്. നമുക്കറിയത്തില്ല സത്യം എന്താണ്, അത് വിശ്വസിക്കാൻ നമുക്ക് തോന്നുകയാണ്. അതെ, നമ്മൾ പയ്യന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വലിയൊരു കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് CPMൻ്റെ. ആ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാൻ ഒരു കുഞ്ഞും തയ്യാറാകുമില്ല. പക്ഷെ പെട്ടെന്ന് ആ കോട്ട പൊളിഞ്ഞിരിക്കുന്നു. കുഞ്ഞികൃഷ്ണനാണെങ്കിൽ ആ സ്ഥലം MLAയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു, 1 കോടി രൂപ പിരിച്ചതിൽ നിങ്ങൾ 48 ലക്ഷം രൂപ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച തുക പലരും പിരിച്ചെടുത്തു, പങ്കിട്ടെടുത്തു. അതൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ജില്ലാ മെമ്പറാണ്, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞത് അപ്പാടെ അദ്ദേഹത്തെ പുറത്താക്കാൻ CPM തയ്യാറായത് ഏറ്റവും വലിയ അവരുടെ ഒരു കഴിവില്ലായ്മയാണത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സാഹചര്യം കൂടെ ഓർക്കണം. അദ്ദേഹം പറഞ്ഞ് ഇപ്പോഴല്ല, ഇതിനു മുമ്പ് തന്നെ പാർട്ടിക്ക് ഇങ്ങനത്തെ പാഴ്ചകളുണ്ട്, ഇത്തരം തട്ടിപ്പ് അഴിമതിയും പാർട്ടി നടക്കും. ഈ വിവരം കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാരെ അറിയിച്ചു, പല പ്രാവശ്യം അറിയിച്ചിട്ടാണ്. എന്നിട്ടും ഫലമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതായത് പയ്യന്നൂർ താലൂക്കിലും അല്ലെങ്കിൽ പയ്യന്നൂർ ഏരിയയിലും ഇവർക്ക് ഒരുപാട് സഹകരണ സ്ഥാപനങ്ങളുണ്ട്. 50,000, 75,000, 1 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആ ബാങ്കിൽ ജീവനക്കാർ ഒരു മാസത്തെ ശമ്പളമാണ് കൊല്ലപ്പെട്ട ധനരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് കൊടുക്കുന്നത്. ഒരു മാസത്തെ ശമ്പളം, അതായത് ലക്ഷക്കണക്കിന് രൂപ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ പല സ്ഥാപനത്തിലെയും പണം പിരിച്ചതിൻ്റെ കണക്കേ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. എത്രയോ സഹകരണ സ്ഥാപനത്തിലെ കണക്കേ വന്നിട്ടില്ല എന്ന് നേരിട്ട് TI മധുസൂദനൻ കയ്യിൽ വാങ്ങി, പണമായി വാങ്ങി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു MLA
പച്ചയ്ക്ക് അല്ലെങ്കിൽ മോഷ്ടിക്കുകയാണ് ഈ തുകയൊക്കെ. മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് കൊടുക്കുന്നില്ല, രക്തസാക്ഷി കുടുംബത്തിനോ രക്തസാക്ഷി പിന്നെ സ്മാരകത്തിനോ ഒന്നും കൊടുക്കുന്നില്ല, അത് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുതരം മോഷണം തന്നെയല്ലേ ഇത്? ആ കാര്യം തുറന്നു പറഞ്ഞതാണ് കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടിക്ക് പുറത്ത്. താങ്കൾ ഈ കാര്യം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. കള്ളം പറയുന്നതിന് അതിന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചവരാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ കേരളത്തിലെ നേതാക്കൾ. പണ്ട് ഡൽഹിയിൽ അങ്ങനെയായിരുന്നു. ഈ കള്ളം പറച്ചിലിൻ്റെ ഏറ്റവും വലിയ തെളിവ് MV ജയരാജൻ്റെയും രാകേഷിൻ്റെയും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. പാർട്ടിയുടെ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല, പാർട്ടി ഫണ്ടിൽ ഒരു കള്ളത്തരവും നടന്നിട്ടില്ല. രണ്ട് വർത്തമാനം പറഞ്ഞു. എല്ലാം അക്കൗണ്ട് വഴിയാണ്, എല്ലാ ഇടപാടുകളും നടന്നിരിക്കുന്നത് അക്കൗണ്ട് വഴിയാണ്, ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇടപാട് നടന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഒരുത്തൻ വിചാരിക്കും ബാങ്ക് അക്കൗണ്ട് വഴി നടന്നാൽ കണക്കുണ്ട്, കള്ളത്തരം ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ മറക്കാത്തൊരു കാര്യം, ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അല്ല അക്കൗണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാ? ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ട് ഹോൾഡർ ആരാണ്, എന്താണ്, എന്ത് പവറിലാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. പാർട്ടിക്കാരന് അല്ല, ബാങ്കിന് പറയാൻ പറ്റുമോ? ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അക്കൗണ്ട് അല്ല. ആ വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കണം. ബാങ്ക് അക്കൗണ്ട്, അത് ബാങ്കിൻ്റെ അക്കൗണ്ട് അല്ല എന്നൊന്ന് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ബാങ്കിലാണ് എല്ലാം കിടക്കുന്നത്, ബാങ്ക് വഴിയാണ് എല്ലാം. അത് പത്രക്കാർ ചോദിച്ചല്ലോ, കണക്ക് നിങ്ങൾക്ക് തരാനുള്ള കണക്കല്ല. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ അത് MV ജയരാജൻ എംഫസിസ് ചെയ്ത് പറയാം. എല്ലാ കള്ളത്തരങ്ങളും ന്യായീകരിക്കാൻ ആദ്യം വരുന്ന PP ദിവ്യ ന്യായീകരിക്കാൻ ആദ്യം വന്ന MV ജയരാജൻ. അത് കഴിഞ്ഞ് ഗോവിന്ദനും ഭാര്യയും വന്നുള്ളൂ. അങ്ങനെ ഓരോ കേസിലും ന്യായീകരണ തൊഴിലാളി. ഇപ്പം നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന JP തോമസിൻ്റെ, അനിൽകുമാറിൻ്റെയൊക്കെ ഒരു മുത്തശ്ശനായിട്ട് ആക്ട് ചെയ്യുന്നത് MV ജയരാജനാണ്. പണ്ട് EP ആയിരുന്നു. EP ഇപ്പോൾ ഈ രംഗത്തേക്ക് വരുന്നില്ല. EPക്ക് ഇനി വേറെ ഗവൺമെൻറ്റിനെ വേറെ പാർട്ടി ആയിരിക്കും ചിലപ്പോൾ ന്യായീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം EP രംഗത്തേക്ക് വരുന്നില്ല. P ജയരാജനാണ് മൊത്തം സൈലൻറ്റ്. അപ്പോൾ പയ്യന്നൂർ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തോ കാര്യമായി ചീഞ്ഞു നാറുന്നുണ്ട്. സത്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ അങ്ങനെ പുറത്തേക്ക് വരാതെ മൂടി വെച്ച് കഴിഞ്ഞാൽ അവസാനം സംഭവിക്കുന്നൊരു പൊട്ടിത്തെറിയാണ്. പിന്നെ ആ പൊട്ടിത്തെറിയുടെ അനുഭവം ഒരു വശത്തറിയാം. വടകര TP ചന്ദ്രശേഖരൻ സഖാവിനെ കൊല ചെയ്തതോടുകൂടി പാർട്ടി ഇല്ലാതായില്ലേ? ഷാഫിക്ക് 1.5 ലക്ഷം വോട്ടിന് ശൈലജ ടീച്ചറെ തോപ്പിക്കാവുന്ന സ്ഥലമായിട്ട് അത് മാറിയില്ലേ? പിന്നെ ആ മാറ്റം എങ്ങനെ? മാത്രമല്ല, ഇവർ കൊന്നു തല്ലി എന്ന് ആഘോഷിച്ച TP ചന്ദ്രശേഖരന്റെ ഭാര്യ അവിടെ MLA ആയിട്ടിരിക്കുകയാണ്. അവരാണ് ഇപ്പോൾ വടകരയെ നിയന്ത്രിക്കുന്നത്. അപ്പം പേരാമ്പ്രയൊക്കെ വരാൻ പോകുന്ന സംഭവം കണ്ടു. എന്നിട്ട് ഇയാൾക്ക് എതിരായിട്ട്, ഷാഫിക്ക് എതിരായിട്ട് 1000 രൂപയുടെ കേസ്, ട്രാഫിക് ബ്ലോക്ക്. അങ്ങനെയാണ് ഇവർക്കെതിരായിട്ട് എത്ര പണി എടുക്കണം? എല്ലാവർക്കും എതിരായിട്ട് എടുക്കണ്ടേ? അതൊക്കെ പോട്ടെ. നമുക്ക് ഇവിടെ പയ്യന്നൂരിലേക്ക് വരാം. ഈ V കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ V കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ V കുഞ്ഞികൃഷ്ണൻ്റെ ഒരു പരാതിയുണ്ട്. V കുഞ്ഞികൃഷ്ണൻ്റെയൊക്കെ നിയന്ത്രണത്തിൽ, അവരുടെ നിയന്ത്രണത്തിൽ പാർട്ടി ഇരിക്കുമ്പോൾ പോലും, ഗോവിന്ദേട്ടൻ്റെയൊക്കെ നിയന്ത്രണത്തിൽ പാർട്ടി ഇരിക്കുമ്പോൾ പോലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ യുനാനിമസായിട്ട് ജയിച്ചു വരുന്ന ഒത്തിരി സഹാക്കൾ ഉണ്ടായിരുന്നു. പയ്യന്നൂർ മറ്റൊരു പാർട്ടിയുടെ പ്രവർത്തനം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ V കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ അന്നും പാർട്ടി അത്ര നല്ലതല്ല. കാരണം സമ്മതിക്കേണ്ടി വരും. അവിടെ നടന്ന സംഭവങ്ങൾ, അവിടെ മഹാത്മാഗാന്ധി വന്ന നാടാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന് അതുപോലെ തന്നെ സമാനമായി പണ്ട് പയ്യന്നൂർ സമരം നടന്ന സ്ഥലമാണ്. അതൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ചോര വീഴിക്കുകയാണ്. ധനരാജിൻ്റെ ചോര വീണ് ആ ചോരയാണ് വിറ്റ് കാശാക്കുന്നത്. അത് ഞാൻ മുമ്പേ ചർച്ച ചോദിച്ച പോലെ ഗൾഫിലൊരു സാധനമുണ്ട്, എന്താ ചോരപ്പണം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ചോരപ്പണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ആളിൻ്റെ, വിക്ടിമിൻ്റെ കുടുംബക്കാരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന നഷ്ടപരിഹാരം, അത് വലിയ തുകയൊക്കെ കൊടുക്കാൻ തയ്യാറായി ചിലപ്പോൾ വേണമെങ്കിൽ കോടതിക്ക് ഈ പ്രതിയെ വെറുതെ വിടാം. അതിന് ചോരപ്പണം എന്നാണ് പറയുന്നത്. ഇവിടെ രക്തസാക്ഷികളുടെ ചോരപ്പണം കൊണ്ടാണ് ഇവന്മാർ തിന്ന് മുടിച്ച് നടക്കുന്നത്. ഇവിടെ ചോരപ്പണത്തിൻ്റെ പേര് CPM ഉണ്ടാക്കുന്ന രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന ഫണ്ടാണ് ഇവിടുത്തെ ചോരപ്പണം. അഭിമന്യുവിന് പിരിച്ച ഫണ്ട് ഒത്ര കേസുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വിനോദ് കുമാറിൻ്റെ കേസ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോരപ്പണത്തിന് പോലും പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിയാണ് ഇവിടുത്തെ CPM മുന്നോട്ട് പോകുന്നത്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബംഗാളിലും ത്രിപുരയിലും അതിനേക്കാൾ ദയനീയമായ അവസ്ഥയിൽ ആകാൻ ഉള്ള എല്ലാ. പയ്യന്നൂരിൽ ഇത് കുറച്ച് മാസങ്ങളായി കാണുന്നുണ്ട്. അതായത് നമുക്ക് പുറത്തറിഞ്ഞത് ഇപ്പോഴാണ്. പയ്യന്നൂരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിഭാഗീയത വന്നിരിക്കുന്നു, പൊട്ടിത്തെറി വന്നിരിക്കുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു LDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ചത് അവിടുത്തെ വൈശാഖ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി നിന്ന് LDFനെതിരെ മത്സരിച്ച് ജയിക്കുകയാണ്. അങ്ങനെ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്.
അങ്ങനെയുള്ള എതിർ ശബ്ദങ്ങൾ വന്നു തുടങ്ങി പയ്യന്നൂരിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കോട്ട കൊത്തളങ്ങളിലേക്ക് കടന്നു ചെന്നു ബി ജെ പിയും കോൺഗ്രസും. കോൺഗ്രസിൻ്റെ സത്യാഗ്രഹം നടന്നു. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രകടനവും പൊതുയോഗവും അതുപോലെ പ്രതിഷേധ യോഗങ്ങളൊക്കെ നടന്നു. വെല്ലുവിളിച്ചു. ആദ്യ ദിവസം തല്ലി ഓടിക്കാൻ ഇവർ ശ്രമിച്ചു, തല്ലി ഓടിച്ചു. 2 ദിവസം കഴിഞ്ഞ് ബി ജെ പി തിരിച്ചു പോകുമ്പോൾ അവരെ തല്ലി ഓടിക്കാൻ നോക്കി, കഴിഞ്ഞില്ല. CPM പിന്തിരിഞ്ഞ് പിന്നോട്ടോടി എന്നുള്ള വാർത്തകൾ വീഡിയോ സഹിതം നമ്മൾ കണ്ടു. അങ്ങനെ സ്വന്തം കോട്ട കൊത്തളങ്ങളിൽ പോലും പരാജയപ്പെട്ട് പിന്നോട്ടോടാൻ തുടങ്ങിയിരിക്കുന്നു CPM, അതും പയ്യന്നൂർ പോലെയുള്ള പാർട്ടി നഗരത്തിൽ. അവിടെ താങ്കൾ പറഞ്ഞതിൽ ഞാനൊരു കള്ളത്തരം മണക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതിലോ കള്ളത്തരമല്ല, അതെ, ഒരു അപകടകരമായ ഒരു കൂടിച്ചേരൽ അവിടെയുണ്ട്. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ CPMനെ എതിർക്കുന്നവർ BJPക്കാരാണെന്ന് വരുത്താനും അവരുടെ തല്ലുകൊണ്ട് ഓടുകയും കാണിക്കുന്നത് ഇൻഡയറക്റ്റായിട്ട് BJP സഹായിക്കുകയല്ലേ. കോൺഗ്രസ്സുകാരെ അടിച്ചോടിക്കുന്നു, BJPക്കാരെ ചെല്ലുമ്പോൾ കാലെ പിടിക്കുന്നു, രക്ഷിക്കണമെന്ന് പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരു പൊളിറ്റിക്സ് അവിടെ ഇല്ലേ? തീർച്ചയായും. കാരണം BJPയാണ് സ്ട്രോങ്. അതെ, കോൺഗ്രസ്സുകാരനെ കൊണ്ട് ഒന്നിനും കൊള്ളിയില്ലെന്നൊരു ധാരണ അവിടെ വരുത്താനുള്ള ശ്രമമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. പക്ഷേ പയ്യന്നൂർ പോലെയുള്ളൊരു പാർട്ടി ഗ്രാമത്തിൽ ഇനി ബാക്കിയുള്ളവരെല്ലാം CPM അല്ലാതാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ അടുത്ത കാലത്തൊന്നും. പക്ഷേ CPMൻ്റെ നേതൃത്വത്തെ അവർ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ നാളെ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിലെല്ലാം ഇനി മറ്റൊരു ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്ന് അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ CPMന് പെട്ടെന്ന് അവരുടെ നേതൃത്വം ദുർബലമായാൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ക്ഷയിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് CPM. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ സുധാകരൻ ജയിക്കുന്നു വലിയ ഭൂരിപക്ഷത്തിൽ, 100,000 വോട്ടിന് മുകളിൽ. ഈ പറയുന്ന ഷാഫി തൊട്ടടുത്ത് ജയിക്കുന്നു. അപ്പുറത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ പയ്യന്നൂരൊക്കെ ഉൾപ്പെടുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ UDF ജയിക്കുന്നു. ഈ പറയുന്ന വടക്കൻ മലബാറിൽ പൂർണ്ണമായും CPM പരാജയപ്പെട്ടു. എല്ലാം ലക്ഷക്കണക്കിന് വോട്ടിനാണ്. ഈ ലക്ഷക്കണക്കിന് വോട്ടിന് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പോയ വോട്ടുകളാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വന്നാൽ തീർന്നില്ലേ? അല്ല, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് പയ്യന്നൂരിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. മധുസൂദൻ്റെ ഭൂരിപക്ഷം എത്രയെന്നറിയോ? 50,000 വോട്ടാണ്. 50,000 വോട്ട്, 300 വോട്ട് കിട്ടിയാൽ 50,000 വോട്ടിനടുത്ത് എത്തുകയാണ്. 49,750 മധുസൂദൻ്റെ ഭൂരിപക്ഷം. അതിന് ആ ഭൂരിപക്ഷത്തിൻ്റെ പ്രത്യേകത എന്താ? ശൈലജ ടീച്ചറും പിണറായി വിജയനും കഴിഞ്ഞാൽ 3ാമത്തെ ഭൂരിപക്ഷമാണ് കേരളത്തിൽ. അങ്ങനെയുള്ള ഒരാളാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും രീതിയിൽ ഭൂരിപക്ഷമുള്ള സ്ഥലത്തെ പാർട്ടിയെ നശിപ്പിക്കണമെങ്കിൽ അത് പിണറായി വിജയനും മധുസൂദനും മാത്രമേ പറ്റുള്ളൂ. മധുസൂദനൻ ഫോളോ ചെയ്യുന്ന ശൈല് പിണറായിയുടെ ശൈലാണ്. നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തുകൊള്ളും എന്നുള്ള ആ ചൊല്ലാണ് പിണറായി വിജയനും മധുസൂദനും ഒക്കെ പിന്തുടരുന്നത്. അതിൻ്റെ പുറകെ പോവുകയാണ് സഖാക്കൾ, പാവം സഖാക്കൾ. അത്ര അറിഞ്ഞിരിക്കുക. സത്യത്തിൽ പയ്യന്നൂർ CPMന് വലിയൊരു ദിശ സൂചിക തന്നെയാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബംഗാളും ത്രിപുരയും ഒക്കെ CPMന് നഷ്ടപ്പെട്ട് ആ ഇടത്തേക്ക് പോകാൻ കഴിയാതെയായി മാറിയിരിക്കുന്നത് അത് കേരളത്തിലും സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ത്രിപുരയിലും ബംഗാളിലും എന്താണോ CPM അവസാന കാലത്ത് ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ CPM നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. CPMൻ്റെ ആത്മാർത്ഥതയുള്ളൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കേരളത്തിൽ, കേട്ടിട്ടുണ്ടോ? കേരളം ഞങ്ങൾ ബംഗാളാക്കും. ആക്കോ ഇല്ലയോ? ആക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കേരളം ഞങ്ങൾ ബംഗാളാക്കും. ആത്മാർത്ഥമായ മുദ്രാവാക്യമായിരുന്നു. സത്യത്തിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളം അവർ ബംഗാളാക്കുകയാണ്.